കാരുണ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായ വിശുദ്ധ റമദാൻ ആഗതമായി. ഇനിയുള്ള രാപ്പകലുകൾ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമാണ്. വിശുദ്ധ റമദാനിലൂടെ കടന്നുപോകുന്ന വിശ്വാസി സമൂഹത്തെ നെസ്റ്റോ പ്രവാസ് ജാലകം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗദിയിലെ 10,000-കണക്കിന് തൊഴിൽ സമൂഹത്തിന് ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിൽ നിന്നുണ്ടായത്. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആൾരൂപമായ അബ്ദുള്ള രാജാവിന് നെസ്റ്റോ പ്രവാസ് ജാലകത്തിൻ്റെ 1000 അനുമോദനങ്ങൾ. കവർ സ്റ്റോറി. പദവികൾ ശരിയാക്കുന്നതിനായി ഇന്ത്യൻ തൊഴിൽ സമൂഹത്തെ സഹായിക്കുന്നതിനായി മുന്നോട്ട് വന്ന മുഴുവൻ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടും നിതാക്കാത്ത് പദവി ശരിയാക്കുവാൻ മറ്റൊരു 4 മാസം കൂടി ഇളവനുവദിച്ച സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ അനുമോദിക്കുന്നതിനുമായി ഫ്രണ്ട്സ് ക്രിയേഷൻസ് റിയാദിൽ സംഘടിപ്പിച്ച മുഖാമുഖം ശ്രദ്ധേയമായി. ബിസിനസ് പ്രമുഖനും സജിലി ഗ്രൂപ്പ് ചെയർമാനുമായ സജി ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ആനുകൂല്യങ്ങളോടുകൂടി നമുക്ക് അടുത്തൊരു 4 മാസത്തേക്ക് കൂടി ഈ രാജ്യം, നമ്മുടെ രാജാവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തോടും അതുപോലെ തന്നെ ഈ രാജാവിനോടുമുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും സ്നേഹവും നമുക്കറിയിക്കാം. നവാസ് വെള്ളിമാടുകുന്ന് അധ്യക്ഷത വഹിച്ചു. NRK ഫോറം, OICC, നവോദയ, KMCC, ഫ്രണ്ട്സ് ഓഫ് റിയാദ്, KW, റിയ, ഫ്രാറ്റേണിറ്റി ഫോറം, യൂത്ത് ഇന്ത്യ, PSV, പ്ലീസ് ഇന്ത്യ, മിയ, റിയ ടാക്കീസ് എന്നീ സംഘടനാ പ്രതിനിധികൾ നിതാക്കാത്ത് വിഷയങ്ങൾ ചെയ്ത സേവനങ്ങളും ഹെൽപ്പ് ഡെസ്ക് അനുഭവങ്ങളും സദസ്സുമായി പങ്കുവച്ചു. മാത്യു പാറക്കൽ, അഷ്റഫ് അടക്കിവിള, ഷാജി ആലപ്പുഴ, സുധീർ കുമ്പിൾ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. Custodian of the two holy mosques, King His Majesty King Abdullah bin Abdulaziz Al Saud, തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് ചെയ്ത ഒരു വലിയ സേവനമാണ്. ഇങ്ങനെ ഒരു ഇളവ് കാലം നിരുപാധികമായി 4 മാസം കൂടി നീട്ടിയ സൗദി ഗവൺമെൻറ് രാജാവിനെയും സൗദി ഗവൺമെൻറ്റിൻ്റെ അധികാരികളെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരാണ്. അവർക്കൊക്കെ മലയാളി സമൂഹം ചെറിയ സംഭാവന. ഒരു ഒറ്റ കാര്യമാണെന്നത് പറയാനുള്ളൂ. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഓരോരുത്തരും നമ്മുടെ ഭരണത്തിൽ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യൻ്റെ അംബാസിഡറാണ് എന്നാ പറയാം. നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ അംബാസിഡർമാരായിരിക്കണം എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം ഇന്ത്യൻ അംബാസിഡർമാരായി മാറിയ കാലഘട്ടമാണ് കഴിഞ്ഞ 3 മാസം. സൗദിയിൽ ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിന്റെ പ്രശ്നപരിഹാരങ്ങൾക്കായി അംബാസിഡർ ഹാമിദ് അലി റാവു, DCM സിബി ജോർജ് എന്നിവർ നടത്തിവരുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സംഘടനാ പ്രതിനിധികൾ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ അംബാസിഡർ, അതുപോലെ നമ്മുടെ DCM ശ്രീ സിബി ജോർജ് സർ തുടങ്ങിയ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കാം. പണ്ടൊക്കെ വൈറ്റ് ജോബ് അല്ലെങ്കിൽ വൈറ്റ് കോളർ കോട്ടും സൂട്ടിട്ട ആളുകൾക്ക് മാത്രമായിരുന്നു അംബാസഡർമാരെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറിയിട്ട് എല്ലാവർക്കും അംബാസഡർ കാണാനും അംബാസഡർ തിരിച്ചവിടെ വരുന്ന ആളുകളോടൊക്കെ കാര്യങ്ങൾ കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്ന ജനകീയനായൊരു അംബാസഡർ 23 വർഷമായി റിയാദിൽ വന്നതിന് ശേഷം ജനകീയമായ അംബാസഡർ റിയാദിൽ ഇത് ആദ്യമായിട്ടാണ്. അത് നമ്മൾ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. ഉബൈദ് പരിപാടിയുടെ മോഡറേറ്റർ ആയിരുന്നു. തർഹീലിൽ പിൻവാതിലൂടെ എക്സിറ്റ് നൽകുവാനും വിരലടയാളം രേഖപ്പെടുത്തുന്നതിനും കൈക്കൂലി വാങ്ങുവാൻ കൂട്ടുന്ന മലയാളി സാമൂഹ്യ പ്രവർത്തകരെ ഒറ്റപ്പെടുത്തണമെന്ന് മുഴുവൻ സംഘടനകളും ആവശ്യപ്പെട്ടു. എക്കാലവും ലോക സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്ത ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം വിശ്വാസ സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ക്രിയേഷൻസ് സംഘടിപ്പിച്ച ചർച്ചയിലേക്ക്. ഇസ്ലാമിന്റെ മാനവികത ആദ്യ ഭാഗം കാണുക. എങ്ങോട്ടാണ് ഈ സമൂഹം സഞ്ചരിക്കുന്നത്? ആർക്കും ആരോടും ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥ. സ്നേഹത്തിൻ്റെ ഉറവിടം പോലും വറ്റി വരണ്ടിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. പേരുകൾക്കകം പൊള്ളയായ ജീവിതങ്ങളാണ് മതത്തെയും സംസ്കാരത്തെയും ഏറ്റെടുത്തിരിക്കുന്നത്. അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും പിണങ്ങിപ്പോയ ദൈവത്തെ തെരുവിലന്വേഷിച്ച് നടന്ന രവീന്ദ്രനാഥ ടാഗോറിനെ നമുക്ക് മറക്കാം. അമ്മമാരിൽ അമ്മിഞ്ഞപ്പാലിനായി കിടക്കുന്ന പൊടിപ്പൈതലിൻ്റെ ശരീരത്തിൽ പോലും കാമം തീർക്കുന്ന മനുഷ്യപ്പിശാചുക്കളെ നമുക്കെന്തുകൊണ്ട് നേരിടാൻ പറ്റുന്നില്ല? നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സബീൽ പൊന്നാനിയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു തറക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലയോ വിശ്വാസികളെ, നിങ്ങളെ നാം ഒരു ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീട് ആത്മാവിൽ നിന്ന്, ആ പുരുഷനിൽ നിന്ന് അവൻ ഇണയായിക്കൊണ്ടൊരു സ്ത്രീയെയും
ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും തുടർന്നു വരുന്ന കോടാനുകോടി അല്ലെങ്കിൽ ലക്ഷോപലക്ഷം പുരുഷരെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും അങ്ങനെ നിങ്ങളിൽ ഒരു കുടുംബ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒണിയെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ കാരുണ്യം വർഷിച്ചിരിക്കുന്നു. പക്ഷേ ആധുനിക ലോകത്ത് എവിടെയാണ് മനുഷ്യന് പിഴച്ചുപോയത്? നമ്മൾ നമ്മുടെ കുട്ടികളെ ഊട്ടിയിൽ വളർത്തുകയും പട്ടികളെ വീട്ടിൽ വളർത്തുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണുള്ളത്. വളരെ വിഷമമുണ്ട് എടുത്ത് പറയാൻ. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്തി എന്നൊക്കെ പറയുന്ന പഴഞ്ചൻ രീതികൾ കടന്നുപോയി. തങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും കുട്ടികളെ തങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് തീർത്തും സ്വാർത്ഥമായ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രം മുൻഗണന നൽകിക്കൊണ്ട് കുടുംബ വ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു അവസരത്തിൽ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തേണ്ടുന്ന രീതിയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ പ്രാധാന്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഛേ എന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയാൻ ഒരു വിശ്വാസിയെ അനുവദിച്ചിട്ടില്ല. നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക. നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. നിന്റെ ചെറുപ്പകാലത്ത് അവർ നിന്നെ സംരക്ഷിച്ചതുപോലെ നിന്റെ റബ്ബ് ഈ പ്രായകാലത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീ റബ്ബിനോട് പ്രാർത്ഥിക്കുക. പെറ്റുമ്മയെ വൃദ്ധസദനങ്ങളിൽ തളച്ചിട്ട് ഇന്നലെ കെട്ടിയ പെണ്ണിനോടൊപ്പം എക്കാലവും മതവിധ ആഘോഷിക്കുന്നവരുടെ എണ്ണം പെരുകുക തന്നെയാണ്. ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകിയ പദവി നാം കാണാതെ പോകുന്നു. സ്വന്തം മാതാപിതാക്കളോട് നീതി പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അവസാന കാലത്ത് നിങ്ങളെയും ചവിട്ടി താഴ്ത്തുന്നത് ലോകനീതി മാത്രം. കുടുംബ ബന്ധങ്ങളിൽ ഇസ്ലാം കൽപ്പിച്ചതുപോലുള്ള സൗഹൃദങ്ങളുടെ നിറക്കൂട്ടുകൾ പിന്തുടരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മേക്കാൾ നഷ്ടക്കാർ മറ്റാരുമില്ല തന്നെ. സമൂഹത്തിൽ ഒരു കുറ്റവാളിയും ഒരു സുപ്രഭാതത്തിൽ കുറ്റവാളിയായി പുറത്തേക്ക് എടുത്തു ചാടുകയല്ല, മറിച്ച് അവൻ വളർന്നു വന്ന കുടുംബ സാഹചര്യത്തിൽ കാലാന്തരെ ഒരു കുറ്റവാളിയുടെ വാസന അവനിലൂടെ വളർന്നു വന്നതാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നു, പാരന്റിംഗ് സയൻസ് പറയുന്നു, സൈക്കോളജി പറയുന്നു, കുട്ടികളെ ഇത്തരത്തിലുള്ള അക്രമവാസനകളിലേക്ക് എത്തിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കാതെ പോകുന്ന കാരുണ്യമാണ് പ്രശ്നം. ഏതൊരുവൻ കാരുണ്യം കാണിക്കുന്നില്ലയോ അവന് അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കുകയില്ല എന്ന് താക്കീത് നൽകിക്കൊണ്ട് പറയുന്നു. ജാതിമതഭേദമന്യേ മനുഷ്യൻ്റെ വ്യക്തിബന്ധങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കുടുംബ രീതി, ഒരേ ഒരു ശാസ്ത്രീയ രീതി, അത് ഇസ്ലാം അനുശാസിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് എന്ന് കാലങ്ങൾ കഴിഞ്ഞുപോയ സംസ്കാരങ്ങൾ, പഴയ സംസ്കാരങ്ങൾ തെളിച്ചു കാട്ടുന്നു. സഹനത്തിൻ്റെയും ശാന്തിയുടെയും മതമായ ഇസ്ലാമിന് തീവ്രവാദത്തിൻ്റെ മുഖം കൽപ്പിച്ചു നൽകിയത് ആരാണ്? അടുത്ത കാലത്ത് നടന്ന എത്രയോ ഭീകരപ്രവർത്തനങ്ങൾ തീവ്ര ഹിന്ദുത്വത്തിന്റെ നേതൃത്വത്തിൽ നടന്നവയായിരുന്നുവെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിട്ടും ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇസ്ലാമിക സംഘടനകളുടെ തലയിൽ വെച്ച് കിട്ടാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായി റഫീഖ് പാറക്കൽ ആരോപിക്കുന്നു. മക്ക മസ്ജിദിലെ സ്ഫോടനമടക്കം മാലേഗാവിലെ സ്ഫോടനമടക്കം ഏത് സ്ഫോടനങ്ങൾ നടന്നപ്പോഴും ആദ്യം പിടിച്ചു കൊണ്ടുപോയത് നമുക്കറിയാം നൂറുകണക്കായ മുസ്ലിം ചെറുപ്പക്കാരെയായിരുന്നു, ഇസ്ലാം മതവിശ്വാസികളെയായിരുന്നു. എന്തിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടവും IB-യും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ ഇങ്ങനെ മുൻവിധിയോടുകൂടി പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ അവർക്കും അജണ്ടകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു സങ്കല്പത്തിലുള്ള പല സംഘടനകളുടെയും പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ മുജാഹിദീൻ എന്നോ അല്ലെങ്കിൽ ലഷ്കർ-എ ത്വയ്യിബ എന്നോ അങ്ങനെ വലിയ വലിയ വായിൽ കൊള്ളാത്ത ലോകത്തിൽ എവിടെയെങ്കിലും സംഘടിതമായി പ്രവർത്തിക്കുന്നു എന്ന് പ്രവൃത്തിപഥത്തിൽ ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സംഘടനകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തടക്കം നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീവ്രവാദത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അന്യമതസ്ഥരോട് സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ പെരുമാറുവാൻ ഈ മതം അനുശാസിക്കുന്നു. ഒരാട്ടിൻകുട്ടിക്ക് ദാഹജലം നൽകിയതിന്റെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാം എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികൾക്ക് മറ്റ് മതസ്ഥരോട് കലഹം കൂടാൻ കഴിയുന്നത് എങ്ങനെ? ഭൗതികമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികളെ ഒറ്റപ്പെടുത്തുവാനും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യപ്പെടേണ്ടതുണ്ട്. മാനവികതയുടെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ച ഏറ്റവും ഉന്നതമായ രൂപമായ ഇസ്ലാം മതത്തിനെ കരിവാരിത്തേക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ മതത്തിൽ തന്നെയുള്ള ആളുകൾ നടത്തുകയാണ്. ഡെൻമാർക്കിൽ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ സിനിമയെടുത്ത ഒരു സംവിധായകൻ, ആ ഡാനിഷ് സംവിധായകന് ഈ സമീപകാലത്ത് മതം മാറിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട്
അദ്ദേഹം ഈ പരിശുദ്ധ ഭൂമിയിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ പല ഭാഗത്തു നിന്നുമുണ്ടായ ന്യായമായ പ്രതിഷേധങ്ങൾ കണ്ടപ്പോൾ, ആ ന്യായമായ പ്രതിഷേധങ്ങൾ ഈ രൂപത്തിൽ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പരിശുദ്ധ മക്കയിലേക്ക് അദ്ദേഹം വന്നു, മദീനയിലേക്ക് വന്നു. പ്രവാചകന്റെ റൗളയുടെ സമീപത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഫോട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുകയുണ്ടായി. ഈ തീവ്രവാദ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിന്റെ പ്രതീകങ്ങളെങ്കിൽ, ലോകം മുഴുവൻ അങ്ങനെയുള്ളവരാണെങ്കിൽ, ഡെൻമാർക്കിലുള്ള മുസ്ലിങ്ങളും അങ്ങനെയായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം ഈ സംവിധായകന്റെ തല പോയി അവനും അറുത്തുമാറ്റുമായിരുന്നു. അങ്ങനെ അറുത്തുമാറ്റിയിരുന്നെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക്, ഹിദായത്തിലേക്ക് അങ്ങനെ ഒരു മനുഷ്യന് കടന്നു വരാനുള്ള ദൈവികമായ അർഹത ഈ സമൂഹം ചോദ്യം ചെയ്യുകയായിരുന്നു അതിൻ്റെ ഫലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എവിടെയൊക്കെയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് വഴിതെറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന ആത്മവിമർശനത്തോടു കൂടി പരിശുദ്ധ റമദാനിൽ ചിന്തിക്കുവാനും മനസ്സിരുത്തിക്കൊണ്ട് പഠിക്കുവാനും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനും അത് തെറ്റാണെന്ന് പറയുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ, ഉണ്ടാവണം. This is where the family makes merry. When you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Let's go, Nesto, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटा आया, भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों. Stardust, torch and emergency lamps, brightening the future. You wish it, we have it. City Flower Department Stores. മഹത്തായ ജീവിത സന്ദേശങ്ങൾ കലയിലൂടെയും സംഗീതത്തിലൂടെയും പ്രേക്ഷക ലോകത്തിന് സമ്മാനിക്കുന്ന മനോഹരമായ വരികൾ നിങ്ങൾക്കായി ഇതാ. റമളാൻ ഗീതങ്ങൾ. ആലം 18,000 ഒരു മുത്താലമൈത്തവനല്ലാഹു അല്ലാഹു.
മനുഷ്യ നീ വെറും മണ്ണാണെന്നത് മനസ്സിൽ കിടപ്പുണ്ടോ? നാളെ മരണം നിന്നെ പിടികൂടുമ്പോൾ ഒഴിയാൻ കഴിവുണ്ടോ? മനുഷ്യ നീ വെറും മണ്ണാണെന്നത് മനസ്സിൽ കിടപ്പുണ്ടോ? നാളെ മരണം നിന്നെ പിടികൂടുമ്പോൾ ഒഴിയാൻ കഴിവുണ്ടോ? ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്, ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്. കാരുണ്യക്കടലാണല്ലാഹ്, 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 കാരുണ്യക്കടലാണല്ലാഹ്. ആലം 18000 ഒരു മുത്താലമൈത്തവനല്ലാഹു അല്ലാഹു. മാനം മുട്ടും മണിമാളികയിൽ വാണരുളുന്നവരെ, നാളെ മഹ്ശറ തന്നിൽ വിധി പറയുമ്പോൾ ജവാബ് മൊഴിയണമേ. മാനം മുട്ടും മണിമാളികയിൽ വാണരുളുന്നവരെ, നാളെ മഹ്ശറ തന്നിൽ വിധി പറയുമ്പോൾ ജവാബ് മൊഴിയണമേ. ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്, ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്. കാരുണ്യക്കടലാണല്ലാഹ്, 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 കാരുണ്യക്കടലാണല്ലാഹ്. ആലം 18000 ഒരു മുത്താലമൈത്തവനല്ലാഹു അല്ലാഹു. ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്, ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്. കാരുണ്യക്കടലാണല്ലാഹ്, 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 കാരുണ്യക്കടലാണല്ലാഹ്. ആലം 18000 ഒരു മുത്താലമൈത്തവനല്ലാഹു അല്ലാഹു. ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്, ആരാധ്യനല്ലാഹ് അൽഹംദുലില്ലാഹ്. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. മയിൽപീലി ഭക്തിഗാനങ്ങളുടെ റിയാലിറ്റി ഷോ. റിയാദിൽ നിന്നുള്ള ഗായകർ മാറ്റുരക്കുന്നു. ഇവരെ പ്രോത്സാഹിപ്പിക്കുക, ആശീർവദിക്കുക. Prices sponsored by Sanford Electronics, Saudi Arabia, Dr. Samir Polyclinic, Royal Travels, Riyadh, Sana Gold Chocolate. അഴകേറുന്നോളേവ കാഞ്ചന മാല്യം ചൂടിക്കാൻ സുന്ദര രൂപന മഹമൂദിൻ ഇവിടെ നിൽപ്പുണ്ട്.
ആകാശത്തിൻ്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ മുഞ്ചിടും നാരികൾ മന്ദഹാസങ്ങൾ ചൊരിയുമ്പോൾ ആയിഷാന്റെ ഹൃദയ പൊയ്കയിൽ കമലം വിരിയുമ്പോൾ മഹമൂദെ പോകൂ നീ ചുംബനഹർഷം നൽകൂ നീ കല്യാണരാവിൻ്റെ ആനന്ദരവം കേൾക്കാനാ കല്യാണമോതിരം കൈമാറുന്നത് കാണാനായി വന്നവരെല്ലാരും ആശീർവാദങ്ങൾ നൽകുന്നേ. മണവാളൻ മഹമൂദിന് എന്തൊരാനന്ദം, പുതുനാരി ആയിഷാക്ക് എന്തൊരാഹ്ലാദം. പുതിയൊരു ജീവിതഗാനം തുടങ്ങാൻ, പുതിയൊരു ജീവിതരാഗം ശ്രമിക്കാൻ, പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ ദാമ്പത്യ പൂങ്കാവിതിലായി വന്നു നിൽക്കുന്നേ. ദമ്പതികളെ സർവസുഖങ്ങളും നേടുന്നേ ഞങ്ങൾ. സുന്ദരനാം പുതുമാരുടെ നോട്ടം, സുന്ദരി പുതുപെണ്ണിന്റെ നേട്ടം, കേൾക്കുന്നു പൊട്ടി ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നേടുന്നേ ഞങ്ങൾ. വാസുരമാം ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേടുന്നേ ഞങ്ങൾ. വാസുരമാം ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. പൂക്കൾ വീരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു. പൂക്കൾ വീരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു. നീലാംബര വീജയിൽ പ്രിയ താരകങ്ങൾ പുഞ്ചിരിച്ചു. നീലാംബര വീജയിൽ പ്രിയ താരകങ്ങൾ പുഞ്ചിരിച്ചു. രാഗേലി രാഗമോടെ യോതിടുന്നു മഞ്ചരികൾ. രാഗേലി രാഗമോടെ യോതിടുന്നു മഞ്ചരികൾ. ആകാശത്തെളിമയിൽ വിലസുന്നോളേ, ആകാശത്തെളിമയിൽ വിലസുന്നോളേ. അകമൽ നവനവമുല്ലപ്പൂവും അതിമധുരം പ്രിയ പനനീർപ്പൂവും അഗ്നിയമയും പരിമളമലയും നിരവധി പൂങ്കിനക്കൾ വീരിയുന്നല്ലോ. സുമധുര ഗീതകങ്ങൾ പാടിടുന്നല്ലോ. നിരവധി പൂങ്കിനക്കൾ വീരിയുന്നല്ലോ. സുമധുര ഗീതകങ്ങൾ പാടിടുന്നല്ലോ. മോഹങ്ങൾ പൂത്തു നിൽക്കും മോഹനരാവിൽ
നിമിഷത്തിൽ മുല്ലപ്പൂ ചാത്തിടൂ നീ ചിത്തം കാവരുന്ന രൂപവാദി ചിത്തം കാവരുന്ന രൂപവാദി സർവസൗഭാഗ്യവും നിന്നിരുന്നേ ചിത്തം കാവരുന്ന രൂപവാദി സർവസൗഭാഗ്യവും നിന്നിരുന്നേ. നെസ്റ്റോ പ്രവാസ ജാലകത്തിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ ആശംസകളോടെ മാസലാമ.